അതൊരു ശരിയായ പരിപാടിയല്ല. അപ്പോൾ ഇതിന് മറുപടി ഈ നോൺസെൻസ് ആയിരിക്കണം അഹാന ഈ ഒരു കാര്യത്തിന് വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഇവരുടെ ഫാമിലിയിൽ തന്നെ ഇത് വലിയൊരു വിഷയം ആയിട്ടുണ്ടായി. അമ്മുമ്മയായിട്ട് കുറച്ച് നമ്മൾ പ്രശ്നമായിട്ടിരിക്കുമായിരുന്നു. ഈ എല്ലാ ഫാമിലീസിലും ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും സൗന്ദര്യ പണക്കമൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ പ്രശ്നമാവും, തിരിച്ച് സോൾവ് ആവും. 1-2 മാസം കൂടി കഴിഞ്ഞെങ്കിൽ ചിലപ്പോൾ സോൾവ് ആയേനെ. അപ്പം അങ്ങനെ അമ്മുമ്മയായിട്ട് പ്രശ്നമായിട്ടിരുന്നുകൊണ്ട്. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. എന്തൊക്കെയാണ് സൺഡേ ആയിട്ട് എല്ലാവരുടെയും പ്ലാൻസ്? ഇവിടെ ചെറിയൊരു മഴയൊക്കെ ഉണ്ട്. നിങ്ങളുടെ നാട്ടിൽ മഴ ഉണ്ടോ? എന്തൊക്കെയാണ് വിശേഷങ്ങൾ? കമൻറ്റ് ചെയ്യൂ. പിന്നെ മഴ പറഞ്ഞാൽ ചെറിയൊരു മഴയുള്ളൂ. നമ്മൾ സാധാരണ മഴക്കാലം പോലെ കാണുന്നത് പോലെ ഭയങ്കരമായിട്ടൊരു മഴയൊന്നും നമുക്ക് പ്രാവശ്യം കിട്ടിയിട്ടില്ല അല്ലേ. ഞാനൊരു സൺഡേ രാവിലെ ഇങ്ങനെ എണീറ്റ സമയത്ത് ഏതാണ് കോണ്ടന്റ് ചെയ്യാനുള്ളത് നോക്കിയപ്പോഴാണ് ഇന്നലെ ഞാൻ തൻവി സുധീർ ഘോഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ സിന്ധു കൃഷ്ണയുടെ സിസ്റ്ററുടെ മോള് അവരുടെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നല്ലോ. അവരുടെ അമ്മയെ ആരും നോക്കാനില്ല, ആ അമ്മ എന്നെ നേരിട്ട് പറയുന്നുണ്ട് എനിക്ക് ആരുമില്ല, ഫോൺ ചെയ്യാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ വിഷമങ്ങൾ പറയുന്ന രീതിയിലൊരു വ്ളോഗ് അവർ പോസ്റ്റ് ചെയ്തിരുന്നു. അതിനിടയിൽ വന്നിട്ടുള്ള കമൻറ്റ്സ് വെച്ചിട്ടായിരുന്നു ഞാൻ ഈ വീഡിയോ റിയാക്ട് ചെയ്തിട്ടുള്ളത്. ആൾക്കാർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ 90% ആൾക്കാരും പറഞ്ഞത് ഇത് തന്നെയാണ്. ഈ സിന്ധു കൃഷ്ണ ആൻഡ് ഫാമിലി ഇവരെ മക്കളെല്ലാവരെയും കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് അവരൊക്കെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞിട്ടുള്ളത്. അതിന് റീസൺ ഒന്നുകൂടി ഉണ്ട്. ഇവരുടെ ഇപ്പോൾ ഫസ്റ്റ് ഞാൻ കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ, ഈ വീഡിയോ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഇയാളുടെ ഇവരുടെ അപ്പൂപ്പൻ മരിച്ചുപോയ സമയത്ത് അഹാന ചെയ്തിട്ടുള്ളൊരു വീഡിയോ. അവരുടെ അപ്പൂപ്പൻ്റെ ലൈഫ് അപ്പൂപ്പനെ ഓർമ്മിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ലൈഫ് ഡോക്യുമെൻ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണ്. അതുകൊണ്ടാണ് ആൾക്കാർ ഇവരെ കളിയാക്കി ഇനി അടുത്തൊരു ഡോക്യുമെൻ്ററി ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ നോക്കിയപ്പോൾ രണ്ടാമത് വീണ്ടും യൂട്യൂബ് ഇത് റെക്കമെൻഡ് ചെയ്ത് വന്നു. അപ്പോൾ വീഡിയോ നോക്കിയ സമയത്ത് അതിനിടയിൽ ഒരു കമൻ്റ് ഉണ്ട്. അഹാന ഈ വിഷയത്തിന് മറുപടി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നടക്കുന്ന വിഷയങ്ങൾക്കുള്ള മറുപടി. ഈ സോഷ്യൽ മീഡിയയിൽ നമ്മൾ പേഴ്സണൽ കാര്യങ്ങൾ, ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുള്ള കാര്യം, സോഷ്യൽ മീഡിയയിൽ നമ്മൾ പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ടുവന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളായിട്ട് ഒരു ബന്ധമില്ലാത്ത ആൾക്കാർ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളും ആവശ്യമില്ലാത്ത എല്ലാം വിളിച്ച് പറയും. അത് 2 റീസൺ ഉണ്ട്. ഒന്ന്, നിങ്ങളെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടായിരിക്കാം. രണ്ടാമത്, നിങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം. 2 വിഭാഗമാണുള്ളതിന്. ഒന്ന് തൻവിയുടെ പ്രേക്ഷകരുണ്ടായിരിക്കും, മറ്റത് സിന്ധു കൃഷ്ണ. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇഷ്ടപ്പെടാത്തവരുണ്ടായിരിക്കും. പക്ഷേ ഞാൻ കണ്ടിടത്തോളം ഈ തൻവി എന്ന് പറഞ്ഞിട്ടുള്ള ആ കുട്ടിക്ക് അവർക്ക് ഹേറ്റേഴ്സ് കുറവാണ്. പക്ഷെ മറ്റൊരു സ്ഥിതി അതല്ല. അപ്പോൾ തൻവി ഇന്നലെ അങ്ങനത്തെ ഒരു സംഭവം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ വന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആൾക്കാർ വന്ന് പറയും. പേഴ്സണൽ ലൈഫാണ് അത്. വേറെ തേർഡ് പേഴ്സണിന് മുന്നിൽ നിങ്ങൾ കൊണ്ടുവന്ന് എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ, അതിപ്പോൾ എക്സ്പോസ് ചെയ്യാൻ നിങ്ങളെ പേഴ്സണൽ പ്രോബ്ലംസ് പറയുമൊന്നും വേണ്ട. വ്ളോഗേഴ്സിൻ്റെ വിഷയം ഇതാണ്. നിങ്ങൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആൾക്കാർ അതിനെക്കുറിച്ച് എന്തായാലും അഭിപ്രായം പറയും. യു കാൺ സ്റ്റോപ്പ് ഇറ്റ്. നിങ്ങൾക്ക് ആകെ ചെയ്യാവുന്ന ഇത്രയേ ഉള്ളൂ. കമൻറ്റ് ബോക്സും കാര്യങ്ങളും ഓഫ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഇതുപോലത്തെ കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യാതിരിക്കുക. പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ പറയും. ഞാനും അതിനെക്കുറിച്ച് റിയാക്ട് ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്, ഒന്ന്, അഹാന ആ ഒരു പഴയ വീഡിയോ ജസ്റ്റ് ആ പോർഷൻ പ്ലേ ചെയ്യാം. ആ അപ്പൂപ്പൻ്റെ കേസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അവർ അതിൽ തന്നെ പറയുന്നുണ്ട്, ഷീസ് ഗിവിങ് എ ഹിൻറ്റ്. കാരണം എന്താ വെച്ചാൽ എന്തുകൊണ്ടാണ്, ഇപ്പം ഞാൻ ഒരു ഫസ്റ്റ് ഒരു ക്ലിപ്പ് ഇവിടെ പ്ലേ ചെയ്തത്. അമ്മമ്മേനെ നോക്കാതെ ഇരിക്കുന്ന സിറ്റുവേഷൻ. കാരണം എന്താണെന്നറിയോ, ഞാൻ ഇന്നലെ ഇതിനെക്കുറിച്ച് റിയാക്ട് ചെയ്തപ്പോഴൊക്കെ ചിന്തിച്ച ഒരു വിഷയമുണ്ട്. പക്ഷേ ഇന്നലെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നില്ല. ഇപ്പോൾ ഒരു അമ്മ മക്കളെ വേർതിരിച്ച് നോക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. പക്ഷേ ചിലപ്പോൾ ഒരു പക്ഷേ കൂടുതലായിട്ട് അടുപ്പം കൂടുതലായിട്ടുള്ളത് ഒരു പക്ഷേ ചിലപ്പോൾ ആ കുട്ടിക്ക് അച്ഛനമ്മ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. ഈ കുട്ടിയായിരിക്കാം കൂടുതൽ നോക്കുന്നത്. ആൾക്കാരെ സ്വത്തിൻ്റെ വിഷയം കാര്യങ്ങളെന്നൊക്കെ പറയുന്നത് ഈ കുട്ടിയായിരിക്കും ചിലപ്പോൾ കൂടുതൽ നോക്കുന്നത്. ചിലപ്പോൾ ഈ കുട്ടി ഈ പേരക്കുട്ടിയോടായിരിക്കാം ചിലപ്പോൾ അമ്മമ്മയ്ക്ക് കൂടുതൽ അറ്റാച്ച്മെൻ്റ് ഉള്ളത്. അപ്പോൾ ഇപ്പം നേരെ തിരിച്ചു എനിക്കറിയില്ല സംഭവം അവരുടെ ഫാമിലി കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത്. ഒരു പക്ഷേ ആ ഒരു റീസൺ കൊണ്ട് ഇവർ ചിലപ്പോൾ അകന്നു പോയ സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു പോസിബിലിറ്റി പറഞ്ഞെന്നുള്ളൂ. കമൻറ്റ് ബോക്സിലും പല ആൾക്കാർ ഇത് പറയുന്നുണ്ട്. ഈ തൻവിയെ കുറ്റപ്പെടുത്തിയാൽ തൻവിക്ക് കുറച്ചെങ്കിലും എതിരായിട്ട് സംസാരിക്കുന്ന ആൾക്കാർ പറയുന്ന ഒരു കാര്യം ഇതാണ്. എന്തായാലും അഹാന ഈ ഒരു പറഞ്ഞിട്ടുള്ള ഒരു ആദ്യത്തെ ഒരു വീഡിയോ പ്ലേ ചെയ്യാം. അതിനുശേഷം എന്താണ് ഈ ഒരു വിഷയത്തിൽ ആൾക്കാർ പറഞ്ഞിട്ടുള്ള കമൻറ്റ്സ്. കാരണം ഇതിനിടയിൽ പോയിട്ട് ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, അതിന് അഹാന മറുപടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ അഹാനയ്ക്ക് ഒരു പ്രതികരണമുണ്ട്. നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് പ്രതികരിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ മെച്യൂരിറ്റി. വേറെ ആരും ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല. പക്ഷേ അഹാന പ്രതികരിച്ചു. അതൊന്നൊരു ടോപ്പിക് ഓഫ് ഡിസ്കഷനായി. അവിടെ അങ്ങനെ ഒരു സംഭവം നടന്നില്ല. പിന്നെ മനുഷ്യരാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവരും മനുഷ്യരാണ്. നമുക്ക് സ്വാഭാവികമായിട്ടും പല വാക്കുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ കേൾക്കുന്ന സമയത്ത് നമുക്കത് തോന്നിപ്പോവും. ബിക്കോസ് ഇവർ കുറച്ച് കാലമായിട്ട് ഇതിലൊക്കെ ഉള്ളതുകൊണ്ട് അവർ യൂസ് ടു എന്ന് പറയുന്നില്ല. ആരും ഒരിക്കലും അങ്ങനെ കേട്ട് തഴമ്പിക്കുന്നില്ല. എത്ര കാലങ്ങൾ കേട്ട് കഴിഞ്ഞാലും പിന്നെ അവർക്ക് ചില കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് വിഷമമില്ലാതിരിക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു റിപ്ലൈ ആണ് അഹാന കൊടുത്തിട്ടുള്ളത്. അതിന് മുന്നേ അഹാനയുടെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ടൈമാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ പ്ലീസ് നിങ്ങൾ വിനിയോഗിക്കുക. ഓക്കെ. Why I am doing this is basically because നമ്മൾ ആസ് എ ഫാമിലി, ഞാൻ, അമ്മ, ഇഷാനി, ഹൻസു, ഹുസൈൻ, നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള സർക്കിളിൽ ഒരുപാട് പേര് നമ്മൾ ഡെത്ത് എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ നമ്മളതിനെ എങ്ങനെയാണ്
കാണുന്നതെന്ന് പറഞ്ഞാൽ വി സ്ട്രോങ്ലി ബിലീവ് ദാറ്റ് ഒരാൾ മരിച്ചു പോയി, പക്ഷേ കൊക്കോ മൂവിയിൽ പറയുന്ന പോലെ അവരെക്കുറിച്ച് ലോകത്ത് ഓർത്തിരിക്കാൻ ആൾക്കാരുള്ളിടത്തോളം ദിയർ സോൾ ജസ്റ്റ് സ്റ്റേസ് അലൈവ്. ആൻഡ് ഒരാൾ മരിച്ചു നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന കോണ്ടന്റ് കാണുന്നത് പല വിഭാഗത്തിലുള്ള ആൾക്കാരാണ്. പലരും പല നോർമലായിട്ടുള്ള ആൾക്കാർ ഒരുപാട് പേര് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നുണ്ട്. ഇവരുടെയൊക്കെ ഫാനായിട്ടുള്ളവരുണ്ട്, കാണുന്നവരല്ലാത്തവരൊക്കെ ഉണ്ട്, ന്യൂട്രൽ ഓഡിയൻസ് ഒക്കെ ഉണ്ട്. ഇവരുടെ സംസാരം ഭയങ്കര ഡ്രാമാറ്റിക്കാണ്. അങ്ങനെയല്ലേ പറയുക, ഭയങ്കര ഒരു ചിലപ്പോൾ അവരങ്ങനെയാണ്, അവരുടെ രീതി അങ്ങനെയാണ്, അവർ സംസാര രീതി അങ്ങനെയാണ്. അതെല്ലാവർക്കും അങ്ങോട്ട് ആക്സെപ്റ്റൻസ് അല്ല, എല്ലാവർക്കും അങ്ങോട്ട് ഇതായിക്കൊള്ളുന്നില്ല. അപ്പോൾ ഇപ്പം മരിച്ചിട്ട് ഒരു ഡോക്യുമെൻ്ററിക്ക് ഇരിക്കുമ്പോൾ ഒരു എന്താ പറയുക, ഡോക്യുമെൻ്ററി അല്ല, ഒരു വീഡിയോ ചെയ്യാതിരിക്കുന്ന സമയത്ത് ഭയങ്കര ഡ്രാമാറ്റിക്കായിട്ട് ഈ ആർട്ടിഫിഷ്യൽ എന്ന് തോന്നിക്കുന്ന രീതിയിൽ ഇവർ സംസാരിക്കുന്നത് കൊണ്ടായിരിക്കണം ഒരു പക്ഷേ ഇപ്പോൾ ഇങ്ങനത്തെ വിഷയങ്ങൾ വരുമ്പോൾ ആൾക്കാർ ഇവർക്കെതിരെ കമൻറ്റ് ചെയ്യുന്നത്. കഴിഞ്ഞാൽ there's nothing much that you can do about it, but you can always keep that person feel really alive, and I think that is really something that we all wish to do. ഒരു പ്രസംഗം പോലെ ഫീൽ ചെയ്യുന്നു. പിന്നെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ഓർക്കുന്നത് ബാക്കിയുള്ളവരിലൂടെയാണ്, അല്ലേ? മരിച്ച ആൾക്കാരെ ഡെഫിനറ്റ്ലി നമ്മൾ മറക്കുന്നല്ല, പക്ഷെ നമ്മൾ ബാക്കിയുള്ള ആൾക്കാരിലൂടെ അങ്ങോട്ട് ഓർക്കുന്നത്. ഇതാണ് കമൻറ്റ് ബോക്സ് ഏറ്റവും കൂടുതൽ പറയുന്നത്, ഈ ഒരു വിഷയം റിലേറ്റഡ് ആയിട്ട് പറയുന്നത്. അപ്പൂപ്പൻ പോയി, ഇനി അമ്മൂമ്മയുടെ കേസിലും, ഗോഡ് ഫോർബിഡ്, അമ്മൂമ്മയുടെ കേസിലും നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു റിഗ്രറ്റ് ഇല്ലാതിരിക്കട്ടെ. ഇതുപോലത്തെ ഒരു ഡോക്യുമെൻ്ററി എന്നാണ് ആൾക്കാർ ഇങ്ങനെ പറയുന്നത്, ഇതുപോലത്തെ ഡോക്യുമെൻ്ററി വന്ന് ചെയ്യാനുള്ള ഒരു അവസ്ഥ നിങ്ങൾക്ക് വരാതിരിക്കട്ടെ എന്നാണ് ഇവരുടെ കമൻറ്റ് ബോക്സിൽ പറയുന്നത് കേട്ടോ. ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ടായിരുന്നു, ഇപ്പം ഓമി ലിയാന്, എൻ്റെ കസിൻ തൻവിയുടെ മോൻ ലിയാൻ അപ്പൂപ്പനെ കണ്ടിട്ടുണ്ട്. അവൻ കാണുമ്പോൾ അവന് 4-5 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ എന്നാലും ഓക്കെ. ഈ ഒരു വീഡിയോ, പഴയ വീഡിയോ നിങ്ങൾ ഒരുവിധം എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ഇനി എന്താണ് ഇതിൻ്റെ കമൻറ്റ് ബോക്സ്, എന്താണ് അഹാനയുടെ റിപ്ലൈ നോക്കാം. ഫുൾ ആക്ടിങ്, എന്തൊക്കെ ആയാലും സ്വന്തം അമ്മൂമ്മ അല്ലേ, എന്തൊരു മനസ്സാണ് നിങ്ങളുടെയൊക്കെ. അതായത് ഇവരൊന്നും പോയി കാണുന്നില്ല എന്നുള്ള രീതിയിൽ കേട്ടോ. Super acting. Prepare documentary for your grandmother. Today she publicly said no one is there to take care of her. അവരെ പോയി നോക്കൂ. കാരണം വെച്ചാൽ ആരും അവരെ നോക്കാനില്ല എന്നുള്ളത് പബ്ലിക്കലി വന്നവർ സംസാരിച്ചു. ഇറ്റ്സ് ഗുഡ് ടു സീ സംവൺ ഹു പെർഫോംസ് സോ വെൽ ഓൺ യൂട്യൂബ് ബട്ട് കുഡൻറ്റ് ആക്ട് വെൽ ഇൻ മൂവീസ്. അതായത് യൂട്യൂബിൽ ഇത്രയും നന്നായിട്ട് പെർഫോം ചെയ്യുന്നൊരു വ്യക്തിക്ക് സിനിമയിലൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഇറ്റ്സ് ഗുഡ് ടു സീ സംവൺ. പിന്നെ എടി നാടക നടി പോയി മരിക്കാൻ കിടക്കുന്ന അമ്മയെ തിരിഞ്ഞു നോക്കടി. പാവം നിന്റെ അമ്മൂമ്മ വയ്യാതെ കിടക്കുന്നു, നീയും നിന്റെ തള്ളയും തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ. മരിച്ചു പോയവരെ ഓർക്കാതെ മരിക്കാൻ കിടക്കുന്ന നിന്റെ അമ്മൂമ്മയെ പോയി നോക്കടി. എടി ഒറ്റയ്ക്ക് വയ്യാതെ കിടക്കുന്ന നിന്റെ അമ്മൂമ്മയെ തിരിഞ്ഞു നോക്കടി നീ ആദ്യം. എന്നിട്ട് ഭയങ്കര മോശമായിട്ടുള്ള ഒരൊറ്റ ഐ ഡി എന്നാണ് ഈ ഒരു മുഴുവൻ റിപ്ലൈ പോയിട്ടുള്ളത്, നിയ എന്ന് പറഞ്ഞിട്ടുള്ള ഐ ഡി. പിന്നെ ഇതിൽ ഐസൽ അഫാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഐ ഡിന്ന് ഒരു കമൻറ്റ് വന്നിട്ടുണ്ട്. ഇറ്റ്സ് ഡിസപ്പോയിൻറ്റിങ് വെൻ സോഷ്യൽ മീഡിയ സ്റ്റാർട്ട്സ് ടു ഫീൽ മോർ ലൈക്ക് എ പെർഫോമൻസ് ദാൻ എ റിഫ്ലക്ഷൻ ഓഫ് റിയൽ ലൈഫ്. അതായത് റിയൽ ലൈഫിൻ്റെ റിഫ്ലക്ഷൻ അല്ലാതെ ഒരു പെർഫോമൻസ് മോഡിലേക്ക് സോഷ്യൽ മീഡിയ മാറുന്നത് ദൗർഭാഗ്യകരമാണ്, ഡിസപ്പോയിൻറ്റിംഗ് ആണ്. വ്യൂസ്, സബ്സ്ക്രൈബേഴ്സ് ആൻഡ് ബ്രാൻഡ് ഡീൽസ് ഷുഡ് നെവർ ബിക്കം മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ എംപതി, ഡിഗ്നിറ്റി ആൻഡ് ജെന്യുവിൻ ഫാമിലി വാല്യൂസ്. ജെന്യുവിൻ ഫാമിലി വാല്യൂസ്, സഹാനുഭൂതി, ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ, ഇതിനേക്കാളും കൂടുതൽ ഒരിക്കലും വ്യൂസോ സബ്സ്ക്രൈബേഴ്സോ ബ്രാൻഡ് ഡീൽസോ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആകരുത്. ദി സ്ട്രോങ്ങസ്റ്റ് റിലേഷൻഷിപ്സ് ആർ ബിൽറ്റ് ഇൻ പ്രൈവറ്റ്, നോട്ട് ഫോർ പബ്ലിക് അപ്ലോസ്. ഏറ്റവും കെട്ടുറപ്പുള്ള റിലേഷൻഷിപ്സ് സ്വകാര്യതയിലാണ് നിർമ്മിക്കപ്പെടുന്നത്. അതൊരിക്കലും ഒരു പബ്ലിക്കിൻ്റെ അപ്ലോസിന് വേണ്ടിയിട്ട്, അംഗീകാരത്തിന് വേണ്ടിയിട്ടായിരിക്കരുത്. നോട്ട് ഫോർ പബ്ലിക് അപ്ലോസ്. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ, നോ അമൗണ്ട് ഓഫ് ഓൺലൈൻ സക്സസ് ക്യാൻ റീപ്ലേസ് കൈൻഡ്നെസ് ആൻഡ് കമ്പാഷൻ. സഹാനുഭൂതിയും കൈൻഡ്നെസ്സിനെയും ഒരിക്കലും ഒരു ദിവസം അവസാനം നോക്കുന്ന സമയത്ത് ഓൺലൈൻ സക്സസ് ഒരിക്കലും ഇത് ഈ പറഞ്ഞ സഹാനുഭൂതിനെയും കാര്യത്തിനെയും റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു കമൻ്റാണ് ഐസൽ അഫാൻ ഇത് മുപ്പത്തേക്ക് കൊണ്ടു. അതിന് മറുപടി ഇങ്ങനെയാണ്: ഇറ്റ്സ് ഈക്വലി ഡിസപ്പോയിൻറ്റിംഗ് ടു സീ പീപ്പിൾ ഹു ആർ സോ ക്വിക്ക് ടു ജഡ്ജ്. അതായത് ഇതുപോലെ തന്നെ നിരാശാജനകമാണ്, പെട്ടെന്ന് ആൾക്കാർ ജഡ്ജ് ചെയ്യുന്നു. പീപ്പിൾ ഹു ഡോണ്ട് കെയർ അബൌട്ട് ദി ട്രൂത്ത് ബട്ട് ജസ്റ്റ് വാണ്ട് എ ടോപ്പിക് ടു ജഡ്ജ് സംവൺ ഓവർ. ഹിയർ യു ആർ ദി ഡിസപ്പോയിൻമെൻറ്റ്. ഇവിടെ നിങ്ങളാണ് നിരാശ, കാരണം
സത്യം പറയാൻ ആർക്കും താല്പര്യമില്ല. അവർ ജഡ്ജ് ചെയ്യുന്നു, ടോപ്പിക്കൽ ജഡ്ജ് ചെയ്യുന്നു എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ തൻവി സുധീർ ഘോഷ് അവരുടെ ഫാമിലി ബ്ലോഗിലൂടെ വളരെ ക്ലിയർ ആയിട്ട് കാണിച്ചു തന്നിട്ടുള്ള ഒരു കാര്യത്തിൽ ആ അമ്മമ്മ ഡയറക്റ്റായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിലാണ് ആൾക്കാർ എടുത്തിട്ടുള്ളത്. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിടുമ്പോൾ നിങ്ങളുടെ ഇവരുടെയൊക്കെ കംപ്ലീറ്റ് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്യണം, ആൾക്കാർ അത് മാത്രം എടുക്കണം എന്ന് പറയുന്നത് ഒരിക്കലും അങ്ങനെ വാശി പിടിക്കാൻ പാടില്ല. അത് അതൊരു ശരിയായ പരിപാടിയല്ല. അപ്പോൾ ഇതിന് മറുപടി വീണ്ടും പബ്ലിക് കോണ്ടന്റ് ഇൻവൈറ്റ്സ് പബ്ലിക് ഫീഡ്ബാക്ക്. വളരെ മച്ചുവേർഡായിട്ടുള്ള മറുപടി ആയിട്ട് ചങ്ങാതി കൊടുത്തിട്ടുള്ളത് ഐസൽ അഫാൻ. പബ്ലിക് കോണ്ടന്റ് ഇൻവൈറ്റ്സ് പബ്ലിക് ഫീഡ്ബാക്ക്. Disagree if you want, but dismissing criticism by insulting people only weakens your own argument. അതായത് പബ്ലിക്കായിട്ട് നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ പബ്ലിക്കായിട്ട് ഫീഡ്ബാക്ക് പറയും, നിങ്ങൾക്ക് വേണമെങ്കിൽ വിയോജിപ്പ് രേഖപ്പെടുത്താം. പക്ഷെ ക്രിറ്റിസിസത്തിനെ ഡിസ്മിസ് ചെയ്യുക ബൈ ഇൻസൾട്ടിങ് പീപ്പിൾ, ആൾക്കാരെ ഇൻസൾട്ട് ചെയ്യുന്നത് നിങ്ങളുടെ ആർഗ്യുമെൻറ്റിൻ്റെ ശക്തി കുറയ്ക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹാന വീണ്ടും മറുപടി, ഫീഡ്ബാക്ക്, ജഡ്ജ്മെൻറ്റ്, ക്രിറ്റിസിസം ആൻഡ് നോൺസെൻസ് ആർ ഓൾ 4 different വേർഡ്സ്. അതായത് ഫീഡ്ബാക്ക് പറയുക, ആൾക്കാരെ ജഡ്ജ് ചെയ്യുക, ക്രിട്ടിസൈസ് ചെയ്യുക, ആൻഡ് നോൺസെൻസ്. ഈ നോൺസെൻസ് ആയിരിക്കണം ഹാന ഈ ഒരു കാര്യത്തിന് വിശേഷിപ്പിച്ചിട്ടുള്ളത്. നോൺസെൻസ് ആർ ഓൾ 4 different വേർഡ്സ്. അവസാന മറുപടി, ഇഫ് ദ ക്യാപ് ഫിറ്റ്സ് വെയർ ഇറ്റ്. ആ തൊപ്പി നിങ്ങൾക്ക് പാകമെങ്കിൽ അങ്ങനെ ഒരു സെയിങ് ഉണ്ട്. എനിവേ ഐ എം സ്റ്റോപ്പിംഗ് ദിസ് ഇയർ. ഇഫ് ദ accusations are false, time will reveal that. As someone who was constantly watched and supported you and your family, I simply felt the need to express my opinion. ഞാൻ കുറച്ച് കാലമായിട്ട് കാണുന്ന ഒരു വ്യക്തി എന്നുള്ളതുകൊണ്ട് എനിക്ക് ഇത് ഒപ്പീനിയൻ പറയണം എന്ന് തോന്നി, കാലം തെളിയിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇവരുടെ ഒരു മറുപടി വന്നിട്ടുള്ളത്. ഇനി ഞാൻ ചെറിയൊരു ഭാഗം ഇതിൽ ഈ അമ്മൂമ്മയുടെ ഭാഗം ഇന്നലെ കാണാത്തവർക്കായിട്ട് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം. ഇങ്ങനെ ദിവസങ്ങൾ എണ്ണി ഇരിക്കുകയാണ് മക്കളെ എന്റെ കുട്ടികളെ കാണാൻ. കാരണം എനിക്ക് കാര്യമില്ല, ഞാൻ ഒറ്റയ്ക്കായി. നമ്മൾ വരുമ്പോ അമ്മൂമ്മ വിചാരിക്കും പണ്ടാരം എല്ലാം കെട്ടിയെടുത്തോണ്ട് വന്ന് ഇത്ര നാൾ സമാധാനമുള്ളത് ഞാൻ ഇപ്പഴാണ് അറിഞ്ഞതെന്ന്. എല്ലാ മക്കളെ എന്തായിരുന്നു അനുവിന്റെ അപ്പൂപ്പം പോയി അന്ന് തൊട്ട് ഞാൻ ഒറ്റയ്ക്കായി, എനിക്ക് ആരെടുത്തരും ഇല്ല. ഇപ്പൊ ആകെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ജോലിക്ക് വരുന്ന ആൾക്കാരും നേരെ നിൽക്കുന്നില്ല. അതാണ് അമ്മൂമ്മയ്ക്കുള്ള ബുദ്ധിമുട്ട്. അല്ലാതെങ്കിൽ ഇപ്പൊ ഒരു പ്രശ്നമില്ല. ഇതിൽ പല ആൾക്കാരും ഈ അമ്മൂമ്മയെ കുറ്റപ്പെടുത്തുന്നുണ്ട്. കാരണം ജോലിക്കാർ ഇവരടുത്ത് മര്യാദയ്ക്ക് നിൽക്കുന്നതായിരിക്കും. ഈ അമ്മമ്മ ആരും വേറെ ഭാഷയാണ്, ഈ അമ്മൂമ്മ അവരാരും നിൽക്കാൻ സമ്മതിക്കുന്നുണ്ടായിരിക്കില്ല എന്ന് പറയുന്നുണ്ട്. ഒരു ആത്മാർത്ഥതയുള്ള ഒരു ജോലിക്കാരും ഇല്ല, ആരും ഒരു ഫോൺ കോൾ പോലും ചെയ്യാനില്ല. അത് കാരണം ഇപ്പൊ എനിക്ക് ഇത്രയും BP കൂടി. അല്ല മക്കളെ, നിങ്ങള് വന്ന് നിങ്ങളെയൊക്കെ കാണുമ്പോ ഒരു പക്ഷെ എന്റെ BP ഒക്കെ കുറഞ്ഞു കിട്ടുമെന്ന്. യെസ്, ഇവരാരും ഫോൺ കോൾ പോലും ചെയ്യാനില്ല, നോക്കാനില്ല എന്നുള്ള പറയുന്നത്. ഇതിൽ വലിയൊരു തെറ്റ് ഈ തൻവി സുധീർ ഘോഷ് എന്ന് പറഞ്ഞ ഇവർക്കുണ്ട്. കാരണം എന്താ വെച്ചാൽ അവർക്ക് വേണമെങ്കിൽ അവരുടെ ഈ ഒരു വ്ളോഗിൻ്റെ ഇടയിൽ അവർക്ക് അത്യാവശ്യം വ്യൂസ് ഒക്കെ ഉണ്ട്, അവരെല്ലാവരും ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അവർക്ക് വെറുതെ ഈ അമ്മമ്മയുടെ ഭാഗം ഒഴിവാക്കായിരുന്നു. കാരണം അമ്മമ്മ ഡയറക്റ്റായിട്ട് പറയുന്നൊരു സംഭവം. കാരണം അവർക്ക് ഇതൊന്നും അറിയില്ല. അറിയുമെന്ന് എനിക്കറിയില്ല. ഒരു വീഡിയോ എടുക്കുന്ന കാര്യം അവർക്ക് അറിയുന്നുണ്ടായിരിക്കില്ല. ശരിയാ, ഡേറ്റിൻ്റെ കാര്യം പറയുന്നുണ്ട് ആദ്യം. അപ്പോൾ ഇനി അതൊന്നും ആലോചിക്കാനുള്ളതുണ്ട്, അവർക്കൊന്നും പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഗതി ആകുമ്പോൾ ആ ഒരു വീഡിയോ കോള് ചെയ്യേണ്ടിയിരുന്നില്ല. ആ ഒറ്റ കാര്യം കൊണ്ടാണ് ഇന്ന് സോഷ്യൽ മീഡിയ അതൊക്കെ ആൾക്കാർ ഡിസ്കസ് ചെയ്യുന്ന സിറ്റുവേഷൻ വരുന്നു. ഇവരുടെ ഫാമിലിയിൽ തന്നെ ഇത് വലിയൊരു വിഷയം ആയിട്ടുണ്ടായിരിക്കും. കാരണം ഡെഫിനറ്റ്ലി മറ്റവർ വിളിച്ച് പറഞ്ഞിട്ട് കമൻറ്റ് ബോക്സും കാര്യങ്ങളും ഓഫ് ചെയ്ത് വെച്ചാൽ എന്തെങ്കിലും ഇഷ്യൂസ് ഇല്ലാതിരിക്കില്ല. കാരണം 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയ അത്യാവശ്യം നല്ല രീതിയിൽ ചർച്ച ചെയ്യുന്നൊരു കാര്യമാണ്. ഞാൻ വീണ്ടും പറയുന്നു, നമ്മൾ ആരുടെയും പേഴ്സണൽ ലൈഫിലേക്ക് ഇടിച്ചു കയറി ചെന്നിട്ട് ഒരു കോണ്ടന്റും ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. നമുക്ക് വോയിസ് ക്ലിപ്സ് കിട്ടുന്നുണ്ട്, പല ആൾക്കാരും വിളിച്ച് പറയുന്നുണ്ട്, പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ ലക്ഷ്മിപ്രിയയുടെ വിഷയം പറയുമ്പോൾ പല ആൾക്കാരും, ഇപ്പോൾ ഞാൻ കൂട്ടത്തിൽ പറഞ്ഞിരുന്നുണ്ട്, പല ആൾക്കാരും അവരുടെ കാര്യങ്ങൾ പറയും. ഇത് പറയുന്ന സമയത്ത് പേഴ്സണൽ മെസ്സേജ് അയക്കും. ഞാൻ ഒരു കാര്യം എൻ്റെ ഞാൻ എൻ്റെ പേഴ്സണൽ കോൺവെർസേഷൻസ് ഇവർ ആരെങ്കിലും വിളിച്ച് പറയുന്ന വോയിസ് ക്ലിപ്സോ കാര്യങ്ങളോ ഒന്നും ഞാൻ കൊണ്ടുവന്നിട്ടില്ല. പക്ഷേ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ എന്ത് കൊണ്ടുവരുന്നോ അത് നമ്മുടെ അഭിപ്രായം പറയുന്നു എന്ന് മാത്രം. അതും ഈ പറഞ്ഞ പോലെ ആ ഭാഷയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് അതിൻ്റെതായ കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ പറയാറുള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്നവർക്കറിയാം. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ ലൈഫ് കാര്യങ്ങൾ, നിങ്ങൾ പേഴ്സണൽ ലൈഫ് ടെസ്റ്റ് ടു ബി പേഴ്സണൽ. അതാണ് അതിന് പേഴ്സണൽ ലൈഫ് എന്ന് പറയുന്നത്. നമ്മളെല്ലാം പറയുന്നില്ല. അപ്പം പ്രൈവറ്റ് ആക്കിയിട്ട് അത് വെക്കേണ്ട സ്ഥലത്ത് അത് പുറത്ത് 4 ആളുടെ മുന്നിൽ കൊണ്ടുവന്ന് കാണിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേ അഭിപ്രായമായിരിക്കില്ല. എല്ലാവരും നിങ്ങളെ ഇതുപോലെ ടോളറേറ്റ് ചെയ്തോളുന്നില്ല. എല്ലാവർക്കും ഇപ്പോൾ എൻ്റെ ആറ്റിറ്റ്യൂഡ്, പേഴ്സണൽ ലൈഫിൽ എൻ്റെ ആറ്റിറ്റ്യൂഡ്, പബ്ലിക് സ്പേസിൽ എൻ്റെ ഈ ആറ്റിറ്റ്യൂഡ് എല്ലാവരും ടോളറേറ്റ് ചെയ്തോളണമെന്നില്ല. ആൻഡ് പീപ്പിൾ റെസ്പോണ്ട്. പക്ഷേ റെസ്പോൺസ് നമ്മൾ ആ ഒരു ഹെൽത്തി ആക്കിയിട്ട് നല്ല രീതിയിൽ വെക്കുക എന്നുള്ളതാണ് ഈ റെസ്പോണ്ട് ചെയ്യുന്നവർ ആലോചിക്കേണ്ടത്. പക്ഷെ അത് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. പല ടൈപ്പ് ആൾക്കാരാണത്, അവർക്ക് പല രീതിയിൽ എക്സ്പ്രസ് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായത്തിൽ കമൻറ്റ് ചെയ്യൂ. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. ഹാവ് എ വെരി ഗുഡ് സൺഡേ. എല്ലാവരും അടിച്ചു പൊളിച്ചിരിക്കും. നമുക്ക് അടുത്ത വീട്ടിൽ കാണാം. ടേക്ക് കെയർ, ബൈ.